ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഈ മാസം ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC ഔദ്യോഗികമായിട്ട് പറഞ്ഞതാണ്. ഈ മാസം തന്നെ എന്ത് ചെയ്യും? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്നു. ഇതിന്റെ സാലറി സ്കെയിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 39,000 മുതൽ 83,000 വരെയാണ് സാലറി സ്കെയിൽ. അത്യാവശ്യം നല്ല ഒരു പേ ലഭിക്കുന്ന ഒരു ജോലി കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. മറ്റ് അലവൻസുകളെല്ലാം കൂടി കൂട്ടി ആദ്യം തന്നെ തുടക്കക്കാർക്ക് തന്നെ ഏകദേശം 40-ന് മുകളിൽ സാലറി ലഭിക്കുന്ന ഒരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലെ ബിരുദമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് BA ആകാം, BSc ആവാം, B.Ed ആവാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി അല്ലെങ്കിൽ ബിരുദമുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഏജ് ലിമിറ്റിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഏജ് ലിമിറ്റ് ഇങ്ങനെയാണ്: 18 മുതൽ 36 വരെയാണ് ജനറൽ കാറ്റഗറിയിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ OBCയിലേക്ക് വരികയാണ് എങ്കിൽ അത് 39 വരെയും, SC/ST ആണ് എങ്കിൽ അത് 41 വരെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 36 വരെയും, OBC 39 വരെയും, SC/ST 41 വരെയുള്ളവർക്കും ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ മറക്കണ്ട. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. PSC നടത്തുന്ന എക്സാമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നിലവാരം പുലർത്തുന്ന ഒരു എക്സാം തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സിലബസുകളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ മാത്രമാണ് എന്നൊരു മിസ്കൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. പക്ഷെ അല്ല, ഏകദേശം 6 സ്ഥാപനങ്ങളിലേക്കാണ് ഈ ജോലി നടക്കുന്നത്. ഇതിന്റെ മെജോറിറ്റി നിയമനങ്ങൾ നടക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്കാണ് എന്ന് മാത്രമാണ്. എങ്കിൽ കൂടിയും സെക്രട്ടേറിയറ്റ് ഓഫീസ് ഓഫ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ലോക്കൽ ഫണ്ട് അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് വിജിലൻസ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് ഇൻക്വയറി കമ്മീഷൻ ഓഫീസർ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസർ തുടങ്ങിയ ഓഫീസുകളിലേക്കാണ് ഇതിൽ നിയമനങ്ങൾ നടക്കുന്നത്. മെജോറിറ്റി നിയമനങ്ങൾ നടക്കുന്ന ഓൾറെഡി പറഞ്ഞു, സെക്രട്ടേറിയറ്റ് ഓഫ് കേരളയിലാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതിന് പ്രധാനമായിട്ടും ഇതിന്റെ സിലബസിലേക്ക് വരുമ്പോൾ 3 സ്റ്റേജുകളിലേക്കായിട്ടാണ് ഇതിലെ സിലബസ് എക്സാം നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് ആണ്. 100 മാർക്കിന്റെ ഒരു പ്രിലിംസ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. പ്രിലിംസിന്റെ സിലബസ് പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് തന്നെയാണ് പ്രിലിംസിലുള്ളത് അല്ലെ. എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്ത സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിന്റെ പ്രിലിംസ് തന്നെയാണ് ഇതിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിനുള്ളത്. അത് 100 മാർക്കിനാണെന്ന് ഓർക്കുക. പ്രിലിംസ് ഒരു നിശ്ചിത കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫ് കടക്കുന്നവർക്ക് മെയിൻസ് എഴുതാൻ യോഗ്യത നേടും. മെയിൻസ് എന്ന് പറയുന്ന 2 പേപ്പറിലായിട്ടാണ്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ ടോപ്പിക്കും, പേപ്പർ 2 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്സും ആയിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്സിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. സോ സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 2 ഏകദേശം 200 മാർക്കിനാണ്. അത് 100 മാർക്ക് ജനറൽ പേപ്പറും 100 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സും ആണെന്ന് മനസ്സിലാക്കുക. അതിലും ഒരു നിശ്ചിത കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫ് പാസ്സായി കഴിയുന്നവർക്ക് എന്തുണ്ടാവും? ഇന്റർവ്യൂ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്താണ് അവസാനത്തെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അത്തരത്തിൽ 3 സ്റ്റേജുകളിലേക്കാണ്, 3 ഫേസുകളിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ സ്റ്റേജുകളിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ പ്രിലിംസ് ഉണ്ടാവും, ഡിഗ്രി ലെവൽ സിലബസ് അനുസരിച്ചുള്ള പ്രിലിംസ്. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന സെക്കൻഡ് പേപ്പർ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 200 മാർക്കിന്റെ ഒരു എക്സാം ആണ്. അത് കഴിഞ്ഞായിരിക്കും ഇന്റർവ്യൂ. അതിനുശേഷമായിരിക്കും എന്ത് വരുന്നത്? ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ സിലബസ് കൃത്യമായിട്ട് നമുക്കറിയാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഒരു ജോലിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അടങ്ങിയ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പേപ്പർ കൂടി അവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് പ്ലാനോടുകൂടി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ഈ പറഞ്ഞ ഒരു നിശ്ചിത കട്ട് ഓഫ് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നത്
1 എക്സാം നടന്നത് അല്ലെ, അതിന്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുവരെ നടന്ന നിയമനങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 2000-ലധികം ഉദ്യോഗാർത്ഥികൾ ഇൻക്ലൂഡ് ചെയ്തൊരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തേത്. ഇപ്പോഴും നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഇതുവരെ ഏകദേശം 30/10/2024 വരെ ഏകദേശം 419 നിയമനങ്ങൾ അതിൽ നിന്ന് നടന്നിട്ടുണ്ട്. 419 നിയമനങ്ങൾ ആ ഒരു ഇപ്പോഴത്തെ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് എങ്ങനെ പോയാലും ഒരു 800 നിയമനങ്ങൾ അടുത്തെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അത്യാവശ്യം നിയമനങ്ങളുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. സോ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനോടുകൂടി പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയൊരു ബാച്ച് നമ്മുടെ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പിലെ കംപ്ലീറ്റ് സിലബസ് ഉള്ള ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ ഓരോ വീക്കിലും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീക്കിലി എക്സാമുകൾ, റിവിഷൻ എക്സാമുകൾ, മന്ത് എൻഡിലെ മോഡൽ എക്സാമുകൾ തുടങ്ങിയവയാണ് നമ്മുടെ ബാച്ചിന്റെ സവിശേഷതകൾ. ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ലിങ്കിലൂടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ചുരുങ്ങിയ സമയം കൃത്യമായിട്ട് വിനിയോഗിച്ച് എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രിലിംസിനാണ്, കാരണം പ്രിലിംസ് ആണ് നമുക്ക് ആദ്യം വരുന്നത്. സോ പ്രിലിംസിന്റെ സിലബസ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് പ്രിലിംസ് പാസ്സാകുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ബാച്ചാണ് നമ്മുടേത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇനിയും സമയമുണ്ട്, നോട്ടിഫിക്കേഷൻ ഈ മാസമേ വരികയുള്ളൂ. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നമുക്ക് ഒരുമിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു ജോലിയിലേക്ക് പോവാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.